ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയിനും നമ്മൾ ഈ വേദിയിൽ കൊണ്ടുവന്നതിന് 1000 നന്ദി. 1000 കുറവാണ്. എപ്പോഴും ഈ ജീവിതകാലം മൊത്തം നമ്മുടെ നന്ദി എപ്പോഴും ഉണ്ടാവും. എൻ്റെ പേര് ജോളി. ജെപ്സൺ എൻ്റെ ഹസ്ബൻഡ്. കുടുംബമായിട്ട് വരാനിരുന്നത്, കൊച്ചുങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അതിന് അമ്മേനോട് ക്ഷമ ചോദിക്കുന്നു. ഇന്ന് ഇവിടെ എത്തിയത് ഒരു കുറേ കാലത്തെ ആഗ്രഹം സാധിക്കാനാണ്. കുറേ പ്രാവശ്യം നമ്മളിങ്ങോട്ട് വരാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നാണത് അമ്മ മാതാവ് ആക്കി തന്നത്. അത് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് എവിടെയും പോവാതെ അമ്മ വീട്ടിലേക്ക് വരണ പോലത്തെ ഒരു വരവാണ്. അത് ഇവിടെ വന്ന് അമ്മയുടെ സ്മൈലിംഗ് ഫേസ് കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. പോരാത്തതിന് കയറി വന്നപ്പോൾ തന്നെ ഒരു മെസ്സേജ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായെന്ന്. കയറി വന്നപ്പോൾ തന്നെ എൻട്രൻസിൽ അച്ഛൻ ഇവിടെ പറയുക, ഇറ്റ് ഈസ് എ ഗ്യാരൻറ്റി ദാറ്റ് വെറെവർ യു ഗോ ഐ ആം ദെയർ എന്ന്. ഇത് മതി. ദാറ്റ് വാസ് ടു മച്ച്. ജെപ്സനും ഞാനും ഒന്നിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചിരി ചിരിച്ചു. ഓക്കെ, എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പം ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തത് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് സിസ്റ്റർ ലിസി പറഞ്ഞിട്ടാണ്. അപ്പം കൃപാസനത്തിനെ പറ്റിയൊന്നും അറിയത്തില്ല. 2017 അപ്പം ഓൺലൈൻ ഉടമ്പടി മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോണ സമയമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴയിലൊരു സ്ഥലമുണ്ട്, ഒന്ന് ചേച്ചിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആ 90 ഡേയ്സിൻ്റെ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഫിസിക്കലി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ടി വന്നത് ഹസ്ബൻഡ് ജെപ്സനാണ്. ജെപ്സൻ്റെ ഡാഡി വയ്യാതെ ആയിരുന്നപ്പോഴാണ് ഉടമ്പടി എടുക്കേണ്ടി വന്നത്. ഉടമ്പടി എടുക്കാൻ പറ്റിയത് അത് 2022 ആൻഡ് ഈ സമയം എത്തിയപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, 2017 തൊട്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട്. കുറേ അനുഗ്രഹങ്ങളുടെ കാലമായിരുന്നു. 2022 ഡാഡി വയ്യാതെ ഇരുന്നപ്പം ജിപ്സൺ ഇങ്ങോട്ട് വന്നു. കോവിഡിൻ്റെ സമയത്ത് ഡാഡിക്ക് വയ്യായിരുന്നു. അപ്പം അവിടുത്തെ ബോർഡർ തുറന്ന ഡേ തന്നെ March 2 ആയിരുന്നു. അന്ന് തന്നെ ജിപ്സൺ ഇങ്ങോട്ട് വന്നു. അത് അന്ന് തൊട്ട് 6 months ജിപ്സൺ ജോലിയിൽ നിന്ന് അൺപെയ്ഡ് ലീവും പിന്നെ നോ പേ ലീവിലാണ് വന്നത്. ഞാനും കൊച്ചുങ്ങളും അവിടെ തന്നെയായിരുന്നു. അപ്പം ആ ഒരു 6 മാസം കാലം ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ആ 6 months ബ്ലെസ്ഡ് ടൈം ഓഫ് ദ ഇയർ ആൻഡ് പീരിയഡ് എന്ന് ഞാൻ പറയും. ബിക്കോസ് ഒരു പേടിയും ഒരു ധൈര്യക്കുറവും ഉണ്ടായില്ല. ആരുടെ മുമ്പിലും ഒന്നും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല, ഹെൽപ്പും വന്നില്ല. ഫൈനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടായിരുന്നു. സേവിങ്സൊക്കെ യൂസ് ചെയ്തിരുന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു സമയമായിരുന്നു. ആ സമയത്താണ് എനിക്ക് 2 അപ്പാരിഷൻസ് ഉണ്ടായത്. അപ്പോൾ എനിക്കറിയത്തില്ല ഇത് കൃപാസന മാതാവിൻ്റെ അപ്പാരിഷനാണ്. ആദ്യത്തേത് സ്വപ്നത്തിൽ മാതാവ് വന്നു. പക്ഷേ ആ മാതാവ് ഈ കൃപാസന മാതാവ്, ഈ ഗ്രേ ഉടുപ്പുള്ള കൃപാസന മാതാവെന്ന് എനിക്ക് അറിഞ്ഞത് ഞാൻ എൻ്റെ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നോക്കിയപ്പോൾ. അത്രയും വരെയും ഞാൻ ബ്ലൂ കൃപാസന മാതാവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അന്ന് ഞാൻ ഈ ഗ്രേ ഇമേജ് കണ്ടപ്പം എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തു. അത് ഞാൻ സാക്ഷിയായിട്ട് പറയണം. അതല്ലാതെ ജിപ്സൺ ഇല്ലാത്ത സമയത്ത് രാത്രി നമുക്ക് ഒരു വഴിയും ഇല്ല. മതിലിൽ ഒരു വെളിച്ചം കാണാൻ വഴിയുണ്ടായി. ആ വെളിച്ചം മനുഷ്യരല്ലേ, നമ്മൾ റീസൺ ചെയ്യാൻ നോക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പം ആ ബ്ലൈൻഡ്സിൻ്റെ ഇടയിൽ നിന്ന് വന്ന ലൈറ്റായിരിക്കും. ഞാൻ കൊച്ചുങ്ങളെ വിളിച്ചിട്ട് ആനിയ നിങ്ങൾക്ക് കാണണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും കണ്ടു. അവരും പേടിച്ചു, ഞാനും പേടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ലൈറ്റ് കണ്ടിട്ടില്ല. ആ ലൈറ്റ് വേറെ ദിവസം ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. ഇല്ല, ഇറ്റ് വാസ് അറൗണ്ട് between 2 and 3. അതൊരു ഫ്രൈഡേ ആയിരുന്നു. ബിക്കോസ് നമ്മൾ മൂവിയൊക്കെ ഒരു മൂവി നൈറ്റാണ്. അപ്പോൾ ഫ്രൈഡേ മൂവി കഴിഞ്ഞ് കിടന്ന സമയത്താണ് ഈ ലൈറ്റ് കണ്ടത്. അപ്പോൾ അത് 2 അപ്പാരിഷൻസ് ഉണ്ടായേ. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടായി മാതാവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ജിപ്സൺ ഡാഡിയുടെ വയ്യായ്മയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം നമുക്ക് 2 പേർക്കും ജോലിയില്ലല്ലോ. അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാതെ ജിപ്സന് 2 ഓഫേഴ്സ് വന്നു. 2ഉം ജിപ്സൺ പ്രതീക്ഷിക്കാത്ത ഓഫേഴ്സായിരുന്നു. അതിലേറ്റവും നല്ല ഓഫർ മാതാവ് എന്നെ തീരുമാനിക്കാൻ എടുപ്പിച്ചു. എനിക്ക് ജോലിയിലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കറിയത്തില്ല ഈ ജോലി എനിക്ക് കിട്ടുമെന്ന്, പക്ഷേ നീ കൂടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ വർത്തമാനം പറയുമ്പോൾ ഭയങ്കര കാഷ്വൽ ടോക്കാണ്. ഞാൻ എൻ്റെ അപ്പനും അമ്മയുടെ കൂടെയും മിണ്ടത്തില്ല. എന്നെ അറിയണവരും
എന്നെയും ജബ്സിനെ അറിയണവർക്ക് അറിയാം, നമ്മൾ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സാണ്. ഇങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് മിണ്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ നിൻ്റെ പേരെടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുവാണ്, ജോലി കിട്ടിയ വെൽ ആൻഡ് ഗുഡ്, അല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ ഹൈവേയിൽ വണ്ടി തന്നെ ഓടിച്ചു പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ ഒരു നല്ല പൊട്ട ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഇത് പൊട്ടിയ ഇൻ്റർവ്യൂ ആണ്, അത് ഒട്ടും കൊള്ളൂലായിരുന്നു. അന്ന് ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചു വരുമ്പം ഞാൻ മാതാവിനോട് പറയാം, ഓക്കെ നീ പറഞ്ഞു ഞാൻ പോയി, നല്ല കുളമാക്കിയിട്ടുണ്ട് കേട്ടോ, ഇനി എന്ത് വന്നാലും എനിക്കറിയാം ഇത് പൊട്ടിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അതൊക്കെ പറഞ്ഞ് ഞാൻ വന്നു. ഓൺ ദ വേ വണ്ടിയിൽ റൗണ്ട് അബൌട്ട് എത്തുമ്പം ഒരു വോയിസ്, ഇറ്റ്സ് ലൈക്ക്, അതാണ് ഇപ്പോഴും എൻ്റെ ഡിസ്പ്ലേ, ഗോഡ് വിൽ നെവർ ഫർഗെറ്റ് യു, ഹി ഈസ് റിട്ടൻ യുവർ നെയിം ഇൻ ദ പാം ഓഫ് യുവർ ഹാൻഡ്സ്, ഐസായ 49:15. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇതെൻ്റെ മരിക്കും, ഇതെൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ആ ഒരു ഉറപ്പിൽ ഞാൻ വന്നു. വൈകുന്നേരം 5 o'clock ആയപ്പോൾ കോൾ, ജോളി യു ഹവ് ബീൻ സെലക്റ്റഡ് എന്ന്. ഞാൻ പറഞ്ഞു, ഐ യു ഷുവർ ഇറ്റ്സ് മീ? അപ്പോൾ ഈ ഡൗട്ടും ചോദിച്ചു. നോ, ഐ എം ജസ്റ്റ് ചെക്കിങ്, ഡബിൾ ചെക്കിങ് ഇഫ് ഇറ്റ്സ് മീ. അവർ പറഞ്ഞു, യെസ് ഇറ്റ് ഈസ് യു, യു ആർ അപ്പോയിൻറ്റഡ്, ഫുൾ ടൈം ആണ് പാർട്ട് ടൈം വേണോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ജോലി കിട്ടി. അത് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് വേറെ ഒരു ജോബിന് ഓഫറും കൂടെ വന്നു. ആ ജോലി 1 year ഞാൻ ചെയ്തു, 2 years ചെയ്തു. അത് കാഷ്വലായിരുന്നു. അത് കഴിഞ്ഞപ്പം അടുത്ത ജോബ് അപ്ലൈ ചെയ്തതാണ് ഒരു മെൻ്റൽ ഹെൽത്ത് സെക്ടർ. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജിയാണ്, പക്ഷേ എനിക്ക് അതിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ, ബിക്കോസ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂസ്. അപ്പോൾ എന്നെ മെൻ്റൽ ഹെൽത്ത് സെക്ടറിൽ നിന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ അവിടെ ക്രിസ്ത്യൻ കൺട്രി ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യണ ആൾക്കാരല്ല. കാത്തലിക്സും ക്രിസ്ത്യൻസാണെന്ന് പറഞ്ഞാലും അവർ ക്രിസ്മസിന് മാത്രമേ പള്ളിയിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെയാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ സെൽഫ് കെയർ എന്ന്. അപ്പം നമുക്ക് വളർന്നു വന്ന സ്ഥിതിയിൽ സെൽഫ് കെയർ എന്നൊന്നുമില്ല, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, മൈ സെൽഫ് കെയർ ഇസ് മൈ ടൈം സ്പെൻഡ് വിത്ത് ഗോഡ് റീഡിങ് ബൈബിൾ എന്ന്. അത് ഞാൻ പറഞ്ഞതും അവരുടെ മുഖം പോയി. ബട്ട് ഐ വാസ് ബോൾഡ് എനഫ്, ബിക്കോസ് എനിക്കറിയാം മാതാവ് കൂടെ ഉണ്ട്, ഈശോ കൂടെ ഉണ്ട്. അത് ഇന്നല്ല, കുഞ്ഞുനാളും തൊട്ടും എനിക്കുണ്ട്. പക്ഷേ കൃപാസനത്തിൽ വന്ന് അത് ഉറപ്പിച്ചു. അപ്പം ഞാൻ ഇത് പറഞ്ഞത് അവർക്ക് പിടിച്ചില്ല. പ്ലസ് ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും അതിന് ഞാൻ പറഞ്ഞു ഒരു നെഗറ്റീവ് ആൻസറാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് 4 പെർമനൻറ്റ് ജോബ് ഓഫർ ചെയ്തിരുന്നതാണ്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, വി കെ നോട്ട് ഓഫർ യു ദിസ് ജോബ് എന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഐ ക്യാൻ ഓഫർ യു ഫോർ 2 days ഇഫ് യു ആർ ഓക്കെ. ഐ സെഡ് ഇഫ് ദാറ്റ്സ് വാട്ട് ഗോഡ് വിഷസ് ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. 2 days ഞാൻ പോയി. അത് നല്ല ബുദ്ധിമുട്ടാണ്, 2 days ആയിട്ട് മാത്രം പോയാൽ എനഫ് അല്ല നമുക്ക്. അപ്പോൾ ഇങ്ങോട്ട് വരാനും അതായിരുന്നു ഒരു ബ്ലോക്കേജ്. പക്ഷേ മനസ്സിൻ്റെ ആഗ്രഹം മാതാവ് കണ്ടായിരുന്നു, ഈശോ കണ്ടായിരുന്നു. എനിക്ക് ആ 2 days പോയി 4 days ആക്കി തന്നു. ആ ഒരു കാരണം മാത്രമാണ്. നമ്മൾ രണ്ടുപേരും അൺഫോർച്ചുനേറ്റ്ലി കൊച്ചുങ്ങൾക്ക് വരാൻ പറ്റിയില്ല, ബിക്കോസ് 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ ഭയങ്കര ടയേർഡും ക്ഷീണമായിരുന്നു. അവരെ തിരിച്ച് പറഞ്ഞു വിടേണ്ടി വന്നു, അല്ലെങ്കിൽ അവരും ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടായിരുന്നതിന്. അതാണ് ഏറ്റവും വലിയതും നമുക്കുണ്ടായത്. അതല്ലാതെ അനുഗ്രഹങ്ങളുടെ പെരുമഴ എന്ന് അച്ഛൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ലൈഫിൽ സത്യമാണ്, അത് ഇനിയും മുമ്പോട്ടും സത്യമാണ്. അപ്പം നമുക്ക് ഒരു പൊട്ട ധൈര്യമാണ്, എന്ത് വന്നാലും ഇറ്റ് ഈസ് ഫൈൻ, ഗോഡ് ഇസ് വിത്ത് അസ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഗോഡ് ഇസ് വിത്ത് അസ്. ആ ഒരു ഉറപ്പായ വിശ്വാസം എനിക്കുണ്ട്. അത് കാരണം എന്തു വന്നാലും പതരത്തില്ല. അതല്ലാതെ നമുക്കൊരു വീട് 2020 നമുക്കൊരു വീട് മേടിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ആ വീടും നമുക്ക് കിട്ടിയ പ്രൈസ് 3 times മാറ്റിയിട്ട് ലോവസ്റ്റ് പ്രൈസിനാണ് നമുക്ക് കിട്ടിയത്. ആ വീട് ഇപ്പം നമുക്ക് അടുത്ത് ഓക്കെ, ഇപ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു പ്രൈസിലാണ് അത് വന്നേക്കുന്നത്. സോ അത് വലിയൊരു അനുഗ്രഹം. ആ വീട്ടിൽ മെയിൻ ഫീച്ചർ വോളുണ്ട്. ആ ഫീച്ചർ വോൾ ബ്ലൂ കളറാണ്. ആ ബ്ലൂ ഫീച്ചർ വോളിൽ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഈ മാതാവിൻ്റെ പുറകിൽ നിൽക്കുന്ന ആ വേവിൻ്റെ സെയിം പോസ്റ്ററാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് അറിയാതെ വന്നതാണ്. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹിച്ച വീടാണ്. ഇപ്പോഴും ഞാൻ ചില ദിവസം ഇരുന്ന് ഓർക്കും, ദൈവം ഈ വീട് നമ്മുടെ തന്നെയാണോ, നീ ഇത്രയ്ക്ക് നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ, താങ്ക് യു എന്ന് പറഞ്ഞ് എവറി ഡേ താങ്ക് യു പറയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാനുള്ളത്, ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പം ഞാൻ ഓർത്തായിരുന്നു ടെസ്റ്റ് മണി പറയാനും ഈശോനെ പറ്റി പറയാനായിട്ട് വഴി എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഐ വിൽ ക്രിയേറ്റ് ഇൻ ഇമെയിൽ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തു, ആവേ മറിയാമെന്നായിട്ടത്. അത് ഇൻറ്റൻഷനലി ആയിരുന്നു, ബിക്കോസ് ആൾക്കാർ എഴുതുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും ചോദിക്കും വാട്ട്സ് യുവർ ഇമെയിൽ ID. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ തിരിച്ചെന്നോട് റിപ്ലൈ ചെയ്യും. ആൻഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ജോലി ലാസ്റ്റ് ഡേ വെക്കേഷന് മുമ്പ് തിരിച്ചു വരുന്നതിന് മുമ്പ് എൻ്റെ ജോബിൻ്റെ പെർമനൻസി
പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ മാനേജർ പറഞ്ഞു, ഐ ലെറ്റ് യു നോ ത്രൂ ഇമെയിൽ, ഐ വിൽ സെൻഡ് എൻ ഇമെയിൽ ടു ആവേ മറിയ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ മാനേജറാണ് ആദ്യം എന്നെ സോറി എന്ന് പറഞ്ഞത്, വി കനോട്ട് ഓഫർ യു ദിസ് ജോബ്. ആ മാനേജറുടെ വായിന്ന് തന്നെ ആവേ മറിയാന്ന് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ദാറ്റ്സ് മൈ വേ ഓഫ് റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ ആൻഡ് മേക്കിംഗ് ദെം തിങ്ക് അബൌട്ട് മദർ മേരി. അതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ അതിൻ്റെ ഉണ്ടായിരുന്നത്. ഞാനെല്ലാം എഴുതി വെച്ചു, ഇല്ലെങ്കിൽ ഞാൻ നീണ്ടു പോവേ കുറേ സംസാരിക്കണൊക്കെ കൂട്ടുക മാതാവിൻ്റെ കാര്യം വരുമ്പോൾ. അപ്പം ഇപ്പോൾ എനിക്ക് 4 ദിവസത്തെ ജോലിയുണ്ട്. സോ അത് കൊണ്ട് മാത്രം തന്നെയാണ് നമ്മളിന്ന് ഇവിടെ വന്നത്. അതല്ലാതെ ഒക്ടോബർ മാതാവിൻ്റെ റാലിക്ക് വരണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. ജിപ്സിന് വരണമെന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ വരാമെന്ന് ഓർത്തു. പക്ഷേ അവരുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയ കാരണം പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്യണം. അത് കുറച്ച് പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, നവംബറിലെങ്കിലും വരാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ബിക്കോസ് കൊച്ചുങ്ങൾക്ക് ഹോളിഡേയ്സാണ്. ഇപ്പോൾ 2 മാസം അവിടെ വെറുതെ ഇരുന്ന് മുഷിയുണ്ടല്ലോ. ഞാൻ ആഗ്രഹം മാത്രമേ പറഞ്ഞോളൂ, ചോദിച്ചില്ല. ഞാൻ ചോദിക്കുന്ന കൂട്ടത്തിലല്ല, എനിക്ക് മടിയാണ്. വെറുതെ എന്തിനാ ഈശോനെ ശല്യപ്പെടുത്തണേ അങ്ങനെ ഓർത്തു. ഞാൻ പറഞ്ഞു, മാതാവേ നവംബറിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് പറ്റുമെങ്കിൽ തരാൻ. അപ്പോഴാണ് ഈ 4 ഡേയ്സിൻ്റെ ഓഫർ വന്നത്. നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു, നെയിം ചേഞ്ചിന് അപ്ലൈ ചെയ്തു, വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇതൊക്കെ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്കും ഒരുവിധം അബ്രോഡ് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് അറിയാം, ടൈം കൺസ്യൂമിംഗ് ആണ്. മിനിമം 3 months എടുക്കുന്ന സമയം. എൻ്റെ മാതാവ്, എനിക്ക് ഉറപ്പിച്ച് പറയാം, എൻ്റെ മാതാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഇൻ 20 days. അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. 20 days ഇസ് അൺബിലീവബിൾ. അപ്പോൾ 20 daysനുള്ളിൽ നമുക്ക് കിട്ടി. ഞാനൊരു പ്രൈസ് പറഞ്ഞായിരുന്നു, അതായത് പ്രൈസൊക്കെ കൂടുതലാണ്. ടിക്കറ്റ്സിന് പ്രൈസ് ഭയങ്കര ഹൈ പ്രൈസസ് ഉള്ള സമയം. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു നമ്പർ മനസ്സിൽ ഉദ്ദേശിച്ചു, 600. എന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് പെർ ഹെഡ് $450 അതിൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദാറ്റ് ഈസ് ഹൗ ഷീ വർക്ക്സ്, ഹൗ ഈശോ വർക്ക്സ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശോന് ഇഷ്ടമുള്ള പോലത്തെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം മാതാവ് എല്ലാം നടത്തി തന്നെ ഉണ്ട്. ചോദിക്കുന്നതിന് മുൻപേ എൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിലെ കാര്യത്തിലും എല്ലാം ചോദിക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചെയ്യുന്ന ജിപ്സിൻ എല്ലാം ഓൾട്ടർനേറ്റ് വീക്സ് പാലിയേറ്റീവ് കെയർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പ്രായമുള്ള എല്ലാവരെയും, നല്ല ബുദ്ധിമുട്ടും ക്യാൻസർ പേഷ്യൻസൊക്കെയാണ്, അവർക്ക് മസാജോ ഫുഡോ എന്താണെന്ന് പറഞ്ഞ് അവർക്ക് അതിൻ്റെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ മുമ്പേ ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ വോളണ്ടിയറിങ്ങിന് പോയെന്ന് ഏജ് കെയറിൽ അവരെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ കൂടെ കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യുകയെന്ന്. സ്പെഷ്യൽ നീഡ്സ് കൊച്ചുങ്ങളുടെ കൂടെ ഞാൻ കാര്യമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. മിണ്ടാൻ പറ്റാത്ത കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റെസ്ട്രെയിൻസ് ഒക്കെ ഇട്ടിരിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ തൊടാനൊന്നും പറ്റത്തില്ല ഈ കൊച്ചുങ്ങളെയൊക്കെ കൂടുതൽ. അപ്പം ഞാൻ എന്നാലും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഞാൻ എല്ലാവർക്കും മാതാവിൻ്റെ എണ്ണ എടുത്തൊന്ന് ഞാൻ കയ്യിൽ പുരട്ടും. എന്നിട്ട് ഞാൻ പോകുമ്പം ഈ കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും കുരിശ വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഈ കൊച്ചുങ്ങളെ എല്ലാം നീ സുഖപ്പെടുത്തണേ, അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അവർ നിൻ്റെ കൊച്ചുങ്ങളാണ്, അവർക്കൊരു മാറ്റം വരുത്തണേ. അങ്ങനത്തെ ഒരു മാറ്റം ഞാൻ കണ്ടത് ആൻ്റണി എന്ന് പറഞ്ഞൊരു കൊച്ചായിരുന്നു. ആ കൊച്ച് ഒട്ടും സംസാരിക്കില്ലായിരുന്നു. അവൻ എപ്പോഴും ഇങ്ങനെ മുമ്പും പുറകും പോയി ചിരിക്കുമായിരുന്നു, ഓട്ടിസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഞാൻ അവനോട് കുരിശ വരച്ചിട്ട് ആൻ്റണി ഈശോ എന്ന് പറയുന്നു. അവൻ ഇവൻച്വലി ഈശോ എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം വാസ് എ ബ്ലെസ്ഡ് ഡേ. അതേപോലെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. തൊടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അവരുടെ ഉടുപ്പുമ്മയാണെങ്കിലും ഒരു കുരിശ വരച്ച് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ നീ ഇവരെ സ്പർശിക്കണേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നടക്കുമെന്നല്ലേ പറഞ്ഞേക്കണേ, സോ പ്ലീസ് ഡു മേക്ക് ദാറ്റ് ഹാപ്പൻ. അപ്പം അത് ചെയ്യുമായിരുന്നു. പിന്നെ പള്ളിയിൽ വിൻസെൻ്റ് പോൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ സൂപ്പ് കിച്ചൺ ഹോംലെസ് ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും സെർവ് ചെയ്യണതാണ്. നമ്മളല്ല ഭക്ഷണം ഉണ്ടാക്കണേ, കുറച്ച് വോളണ്ടിയേഴ്സ് ഭക്ഷണം ഉണ്ടാക്കും. അപ്പം ജിപ്സിൻ മിക്ക സമയത്തും ഓഫീസ് കഴിഞ്ഞ് നേരെ അവരുടെ സെർവ് ചെയ്യാനും അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാനായിട്ട് പോകും. ഈസ് ടു ഗുഡ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ആൻഡ് മാതാവ് എല്ലാ അമ്മമാരെയും പോലെ മാതാവ് ഉറപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഈശോ പറയണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവ് ചോദിക്കുന്നതിന് മുമ്പേ നമുക്കത് അനുഗ്രഹം തന്നിരിക്കും. ആ ഒരു പൊട്ട ധൈര്യം എല്ലാവർക്കും വരട്ടെ എന്നുള്ളൊരു ഇതിൽ ഞാൻ അമ്മ മാതാവിനും ഈശോയിനും എപ്പോഴും നമ്മുടെ ഫാമിലി കടപ്പെട്ടിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം സിസ്റ്റർ, നമ്മൾ ഉടമ്പടിയുടെ ഉപ്പും എണ്ണയും കിട്ടിയത് എല്ലാ കാര്യത്തിനും, ആൾക്കാർക്ക് സുഖമില്ലാത്ത ആൾക്കാർക്കും കൊച്ചുങ്ങൾക്കാണെങ്കിലും ദിവസം ഞാൻ ഉപ്പ് കൊടുക്കും, ഒരിക്കലും ഇവരെ തെറ്റു വഴിക്ക് കൊണ്ടുപോകല്ലേ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടമ്പടി വസ്തുക്കളും കാര്യമായിട്ട് യൂസ് ആവുന്നുണ്ട്.
എല്ലാവർക്കും വല്ലാത്ത വിശ്വാസമാണ്, കൊച്ചുങ്ങൾക്കും. ഈവൻ മൈ 10-year-old എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഉപ്പെടുത്ത് കൊണ്ടുവരും. ആൻഡ് സോറി, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ റീസെൻ്റായിട്ട് എനിക്ക് ഒരു സിസ്റ്റ് വന്നായിരുന്നു. അപ്പം ഞാനത് യൂഷ്വലി എനിക്ക് മടിയാണ് ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പം എന്നാലും കൂടുതലായപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അവർ ആൻറ്റിബയോട്ടിക് തന്നു, ഒരു യൂസും ഉണ്ടായിരുന്നില്ല. അത് കൂടുതലായേ ഉള്ളൂ. അപ്പം എൻ്റെ മോള്, ചെറിയ ആൾ വന്നിട്ട് അവൾ കണ്ടു ഒരു ദിവസം. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്ന് പറഞ്ഞ് ദിവസവും രാത്രി അവൾ എണ്ണ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഞാൻ എണ്ണയിട്ട് കുരിശ് വരച്ച് ഐ ബിലീവ് ഇൻ ചെല്ലുമായിരുന്നു. അങ്ങനെ ചെല്ലി, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിത്തിൻ 3 to 4 days ആ സിസ്റ്റം കാണാനില്ല, ആ സ്വെല്ലിങ്ങും കാണാനില്ല, ഒന്നുമില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ പറയും അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഫക്റ്റാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ തന്നെ. എൻ്റെ കൊച്ചുമോളും വിശ്വസിക്കുന്നു. ആൻഡ് ഷീ വാസ് ലൈക്ക് സർപ്രൈസ്ഡ്. അപ്പം എപ്പോഴും നമ്മൾ മാതാവിനോടും ഈശോനോടും കടപ്പെട്ടവരായിരിക്കും. മരിക്കണമായിരിക്കും. നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാനും പറ്റണേന്ന് ഉള്ളത് മാത്രമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം താങ്ക് യു. 147 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിൻ്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. ജോളി എന്ന അമ്മയും ജിപ്സൺ എന്ന മകനുമാണ് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് ഇവിടെ പങ്കുവച്ചത്. ഏറ്റവും വലിയ ഒരു സ്നേഹപ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് നേരിട്ട് എയർപോർട്ടിൽ നിന്ന് വന്നത് അവരുടെ അമ്മ വീടായ ഈ കൃപാസനത്തിലേക്കാണ്. ജോളി പറയുകയുണ്ടായി, ഇത് ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് നേരെ കയറി വന്നത്. അപ്പോൾ തന്നെ എനിക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു വചനം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതിലൂടെ വലിയ സന്തോഷത്തോടുകൂടിയാണ് ഇവർ ഈ സാക്ഷ്യം പറയുന്നത് തന്നെ. ജോലിക്ക് 2 പ്രാവശ്യം സ്വപ്ന ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുകയും മെസ്സേജ് നൽകുകയും ചെയ്ത വലിയ സന്തോഷത്തിൻ്റെ വാർത്തകളാണ് അവർക്ക് പറയാനുള്ളത്. ഇവരുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് പിടിച്ചു കയറാൻ, അവർക്ക് വിശ്വാസത്തോടെയും അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയോടെയും ജീവിക്കുവാനുള്ളൊരു വലിയ കൃപ ഈശോയിൽ നിന്ന് ഈശോ അവർക്ക് നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോ നാം എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കും. മർത്തയും മറിയവും കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് സംഭവിക്കുകയില്ലായിരുന്നു എന്ന് മർത്തയും മറിയവും കരഞ്ഞപ്പോൾ തന്നെ ഈശോ വളരെ കണ്ണുനീർ പൊഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം കരയുന്നതോടൊപ്പം തന്നെ ഈശോയും കരയുന്നുണ്ട്. ഈശോയ്ക്ക് ആ സങ്കടമുണ്ട്. നമ്മളൊരിക്കലും സങ്കടപ്പെട്ട് ജീവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ജോളി പറയുന്നത് തന്നെയാണ്, ഓരോ സമയാസമയങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും അവരുടെ ഭാവി കാര്യങ്ങളെയെല്ലാം തന്നെ പരിശുദ്ധ അമ്മ ക്രമപ്പെടുത്തി കൊടുക്കുന്നതിനെ പറ്റിയാണ് ഈ അമ്മ ഇത്രയും സമയം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ജിപ്സൻ്റെ മകൻ്റെ ജോലി മാതാവിൻ്റെ തന്നെ ഒരു സെലക്ഷനായിരുന്നു, മാതാവിൻ്റെ അടയാളത്തോടു കൂടിയുള്ളൊരു സെലക്ഷനായിരുന്നു എന്ന് അമ്മ ഏറ്റു പറയുന്നു. ജോളിയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം, വളരെ ഇന്നസെൻ്റായി വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ജോലിക്ക് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ നടന്നപ്പോൾ ജോലിക്ക് മനസ്സിലായി, എൻ്റെ യോഗ്യത കൊണ്ട് ഇത് കിട്ടില്ല, ഞാൻ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ കൃപയാണ് അവിടെ വർക്ക് ചെയ്തത്. നമുക്കറിയാം, ഉടമ്പടി എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുന്നുവോ അതെല്ലാം നമ്മുടെ മെറിറ്റ് കൊണ്ടാണ്. ഒരുപക്ഷെ ഞാനൊരു PhD പേഴ്സൺ ആയിരിക്കാം, ഞാനൊരു വലിയ ഡോക്ടറായിരിക്കാം, എനിക്ക് എല്ലാ ബ്യൂട്ടി ഉണ്ടായിരിക്കാം, എനിക്ക് സമ്പത്തുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ആവശ്യമായത് ആവശ്യ സമയത്ത് കിട്ടാതെ വരുമ്പോൾ നാം എത്ര തന്നെ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് അതിനോട് പൊരുത്തപ്പെടാമെന്നൊക്കെ വിചാരിക്കുമ്പോഴെല്ലാം ഈശോ നമുക്ക് അനുഗ്രഹം നൽകുമ്പോൾ നമ്മുടെ മെറിറ്റ് കൊണ്ട് ഒട്ടുമല്ല, അത് കൃപ കൊണ്ട് മാത്രമാണ്. ഒരു മെറിറ്റുമില്ലാതെ ഇവർക്ക് ആ ജോലി കിട്ടിയതിന് അവർ ഈശോയെ വളരെയധികം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വരം കേൾക്കാൻ ഈ മകൾക്ക്, ഈ ജോലി കിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് റൗണ്ട് അബൌട്ടിലേക്ക് കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സ്വരം ഈ മകൾക്ക് ലഭിച്ചത്. ഡു നോട്ട് ഫിയർ, നീ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട, ഇത് നിനക്കുള്ളതാണ്. അങ്ങനെ നമ്മുടെ അസ്വസ്ഥതകളിൽ, നമ്മുടെ ആശങ്കകളിലൊക്കെ എല്ലാം നമുക്ക് അമ്മയുടെ സ്വരം ശ്രവിക്കാൻ സാധിച്ചാൽ നാം ഉടമ്പടിയോട് വളരെ അടുത്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ മകളുടെ വളരെ അടുത്തുള്ള ഈശോയോടുള്ള ഇടപഴകൽ, പരിശുദ്ധ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ജീവിതക്രമത്തിലൂടെ, പ്രാർത്ഥനാ പദ്ധതിയിലൂടെ ഇവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ എന്ന
നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ടെങ്കിലും അവർ നാമമാത്ര ക്രിസ്ത്യാനികളാണ്. അവിടെയെല്ലാം എൻ്റെ ഇമെയിൽ ID ആവേ മരിയാണ്. ആ കൺട്രിയിലെ വലിയ ഓഫീസേഴ്സ് അത് ഏറ്റെടുക്കുവാനും അതിനെ അംഗീകരിക്കാനും എല്ലാം സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. ക്രിസ്തു കൈമാറ്റം വളരെ കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് വായിച്ചെടുക്കേണ്ടത്. ജോളിയുടെ എല്ലാ അപ്രോച്ചും ഈശോയിലൂടെയാണ്. പരിശുദ്ധ അമ്മ തനിക്ക് നൽകുന്ന പ്രേരണകളനുസരിച്ച് ഞാൻ ഈശോയെ കൈമാറാനുള്ള എൻ്റെ ഒരു തിടുക്കം, എൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി എപ്പോഴും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ ഓരോ പ്രവൃത്തികളിലും അത് മനസ്സിലാകുന്നുണ്ട്, വെളിവാകുന്നുണ്ട്, എനിക്കത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് ഈശോയെ കൈമാറാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈശോ ചില ആളുകളെക്കുറിച്ച്, നത്താനിയേലിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നിഷ്കളങ്കനായ ഇസ്രായേൽക്കാരൻ. നമ്മൾ ഓരോരുത്തരെയും നോക്കി, ഒരു പക്ഷേ ജോളിയെ നോക്കി, ജിപ്സനെ നോക്കി ഈശോ പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരിക്കാം. നിങ്ങൾ ഈ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കരായിരുന്നാൽ മതി, നീ സ്വർഗരാജ്യത്തിന് അർഹനാകപ്പെടും എന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ നിത്യതയിലേക്കാണ് നാം നടക്കുന്നത്. ജോളിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം കയ്യടിയോടെ സമാപിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.